ഇത് ഞാൻ തുടങ്ങി വെച്ച കളിയാ, ഞാൻ തന്നെ ഇത് തീർക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വിത്ത് മീ അൻഷു. നമ്മൾ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് ഗൈസ്, അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഇപ്പോൾ വീഡിയോയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്, എന്താ ചെയ്യാൻ വയ്യാനിട്ടല്ല ഗൈസ്. അപ്പോൾ നമ്മളെ സിവിക്കുട്ടനും കൊണ്ട് നമ്മൾ വന്നാണ് കേട്ടോ. നമ്മളെ സിവിക്കുട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട്, നല്ല വൈബായിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്കനെ വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ച് നിന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ മോനെ വേറെ ലെവൽ സാധനമാണ് കേട്ടോ ഗൈസ്, പിന്നെ കാണാൻ തന്നെ മാർക്കോന്നാണ് കേട്ടോ ഗൈസ് നമ്മൾ ഇട്ടേക്കുന്ന കളർ ഒരു ബ്ലൂ ആണ് കൊടുത്തത്. ഇനി കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ഇതാണ് വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചാൽ, ഇതാണ് വണ്ടിയുടെ കിടില ലുക്കാണ്. മുന്നിൽ ചെറിയൊരു 2 ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് റൂഫ് ഷെഡൊന്നും വെച്ചില്ല ഗൈസ്, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. വണ്ടി എല്ലാ രീതിയിൽ കാത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിൻ്റെ ഇതാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ പരിപാടി ചോദിച്ചാൽ, ഇന്ന് വേറെ എന്തല്ല ഗൈസ്, ഇന്ന് നമ്മൾ ടാക്സി പോകാൻ വിചാരിച്ച്. അപ്പോൾ ടാക്സിക്കുള്ള വണ്ടി ഈ വണ്ടിയിലല്ല നമ്മൾ ടാക്സി പോകാൻ പോകണം ഗൈസ്. ടാക്സി വേറെ വണ്ടിയിലാണ് പോകണത് ഗൈസ്. അപ്പം ആ വണ്ടിയൊക്കെ വാങ്ങണം. അപ്പോൾ അതും ഗൈസ് നമ്മൾ ഷെഡിലേക്ക് പോകണം. അപ്പോൾ വണ്ടി എൻ്റെ മോനെ കിടിലനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ടാക്സി ആയിട്ട് പോകണ ഈ വണ്ടിയിലും അല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പറയാം, ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ നമ്മളെ പോർഷ എക്സ്ചേഞ്ച് ചെയ്ത് എടുത്ത വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഇത് പോർഷ കഴിഞ്ഞ വീഡിയോ കണ്ട പോർഷല്ലേ ഇനി ഗൈസ്, ഇത് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്ത വണ്ടിയാണ് ഗൈസ്. വണ്ടി കിട്ടിയപ്പോൾ ഇങ്ങനെ നല്ലതായിരുന്നു, പിന്നെ നമ്മൾ അയച്ച് പണിത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഫുള്ള് ബ്ലാക്ക് ആക്കിന്ന് കേട്ടോ. ഇൻറ്റീരിയറൊക്കെ പറയുന്ന എൻജിൻ്റെ മുഴുവൻ ബ്ലാക്ക് ആയി. ആദ്യം മൂളയിൽ ചെയ്തതാണ്, പിന്നെ ബ്ലാക്ക് ആക്കിയതാണ് കേട്ടോ ഗൈസ്. പിന്നെ ലൈറ്റൊക്കെ ഒന്ന് ഗ്രീൻ ആക്കിയിട്ടുണ്ട്, പിന്നെ അടിയിൽ ചെറിയ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഫുൾ സെറ്റപ്പ് വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൂണത്തിൻ്റെ അവിടെയൊക്കെ ഒരു ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. വണ്ടിയൊക്കെ ഫുള്ളി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. വണ്ടി വേറെ ലെവലൈൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വണ്ടിയിലല്ല പോകാനും പോകണം ഗൈസ്. അപ്പം വണ്ടിയുടെ പവർ അതുകൊണ്ടാണ് നമ്മൾ പോകാനൊക്കെ ഗൈസ്. അല്ല ഈ വണ്ടി എടുത്ത് പോകാൻ പിന്നത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വണ്ടിക്ക് 2 സീറ്റർ വണ്ടിയാണ് ഗൈസ്. M4 2 സീറ്റർ M4 ആണ് ഗൈസ് ഈ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് പോയാൽ കഴിയില്ല ഗൈസ്, അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്ത് നമ്മൾ പോകാത്തത് ഗൈസ്. പിന്നെ ഈ ഒരു വണ്ടി 2 സീറ്റർ ആകുമ്പോൾ ആദ്യം ടാക്സി ആയിട്ട് ആരും കയറ്റാൻ കഴിയില്ലല്ലോ ഗൈസ്. പിന്നെ ബാക്കിലൊക്കെ കയറാനുള്ളവർക്ക് ഒരു വൈപ്പിൽ പോരാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അതിന് വേണ്ടി ഒരു കിടിലൻ വണ്ടി ഉണ്ട് ഗൈസ്. നമ്മളെ സിറ്റി വണ്ണല്ല ഗൈസ്, ഇതും സിറ്റി വണ്ണിൻ്റെ ഷെഡിലാണില്ല. അപ്പോൾ സിറ്റി വണ്ണിലേക്ക് നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പം ജസ്റ്റ് ഇടിച്ചിട്ടുണ്ട് അടുത്തിട്ട് വന്നേക്കാം. ഇതിന് ഒടുക്കത്തെ പവറാണ് കേട്ടോ ഗൈസ്, ഇടിച്ചെടുത്ത് നിൽക്കൂല, അച്ചാതി പവറാണ്. സിറ്റി വണ്ണിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടി ഒന്ന് കഴുകിയിരിക്കണം കേട്ടോ ഗൈസ്. നമ്മളെ വണ്ടിയൊക്കെ റിപ്പയറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വണ്ടി അത് കഴുകിയെടുത്താൽ മതി. അങ്ങനെ വണ്ടി ഫുള്ള് ചളിയാണ്, ആകെ അലമ്പായി കിടക്കുകയാണ് കേട്ടോ ഗൈസ്. നേരെ നമ്മളെ ഗാരേജ് ഉണ്ട് ഇവിടെ, ചെറിയൊരു ഷെഡ് സെറ്റപ്പ് ഉള്ളു കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ ചെന്നാണ്ട് വണ്ടിയിൽ മാറ്റിയിട്ട് കൊണ്ടുവരിക, അതിന് ഒരു പണിയില്ല ഗൈസ്. നമ്മളെ എന്നെ എപ്പോഴെങ്കിലൊക്കെ വന്ന് റെഡിയാക്കി ഇരിക്കാം കേട്ടോ ഗൈസ്. എന്താ അത് വണ്ടി തീരെ കൺട്രോൾ ഇട്ടില്ല കേട്ടോ ഗൈസ്, വണ്ടി പറക്കാണ്. അപ്പം ഏതായാലും നമ്മൾ ഗാരേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അയ്യോ ഷറായി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ വണ്ടി എടുത്ത് ഇറങ്ങാം കേട്ടോ ഗൈസ്. ടാക്സി ആക്കാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് കാണിച്ചു തരാം. എൻ്റെ ബേക്ക് കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ ടാക്സി ആക്കാൻ പോകുന്നത്. ഇതാക്കി എടുക്കുന്ന വണ്ടി ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ് ഗൈസ്. നമ്മൾ ആ ജീപ്പ് കൊടുത്തിട്ട് കിട്ടിയാണ് കേട്ടോ ഗൈസ്. നമ്മളെ ഒരു വണ്ടി ഇല്ലേനു ഗൈസ്, ഇത് ഇനി അതിൻ്റെ പേര് ഡോർജിൻ്റെ റാമുണ്ടല്ലേ എൻ്റെ ഗൈസ്. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാറ് അത് ഞാൻ കൊടുത്ത്. അപ്പോൾ എനിക്കൊരു റേഞ്ച് റോവർ കിട്ടി ഗൈസ്. അപ്പോൾ റേഞ്ച് റോവർ എങ്ങനെ പോകണമായി അറിയാതെ കൈ തട്ടി ജീവാഗൻ വന്നുപോയി ഗൈസ്. അങ്ങനെ അറിയാതെ വന്നതാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ജീവാഗനൊക്കെ
ഡിമാൻഡ് റേഞ്ച് റോവർക്ക് തന്നെയായിരുന്നു ഗൈസ്. പക്ഷേ അങ്ങനെ അറിയാതെ പോയാണ്ട് ജീവാക്കാൻ വഴി കിട്ടി ഗൈസ്. പിന്നെ പക്ഷേ ഗെയിമിന് ജീവാക്കാൻ നല്ല ഡിമാൻഡ് ഇല്ല കേട്ടോ. റേഞ്ച് റോവറിനാണ് ഇപ്പം ഡിമാൻഡില്ലേ. നല്ല പൈസ ഒക്കെ പോണ വണ്ടിയായിരുന്നു ഗൈസ്. എന്ത് ചെയ്യാനാണ്, പോയില്ലേ. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ബ്രോ എന്നോട് ചെറുതായിട്ടൊന്നും ഇട്ടുള്ളൂ. ആ ബ്രോ എനിക്ക് തന്ന വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ ഏതായാലും ഒരു കില്ലം വണ്ടി കിട്ടിയെന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും ഒക്കെ നമ്മളെ മച്ചാൻ്റെ ഷെട്ടാണ് കേട്ടോ ഗൈസ് കിടക്കുന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ നിർത്തിയാണ്ട് ടാക്സി ഓണാക്കി കേട്ടോ ഗൈസ്. വണ്ടീൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളിപ്പോൾ ബാക്ക് സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പം ഈ ഒരു ഭാഗത്താണല്ലേ ഞാൻ ഇരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തിരിക്കാം. ഇനി മുന്നിൽ കാണല്ലോ വരുന്ന സാറല്ല. തനിക്കിതിൻ്റെ ഇത് ഞാൻ കൊടുക്കാൻ നിൽക്കിനി ഗൈസ്. ഈ വണ്ടി കൊടുത്താണ് ഡിഫൻഡർ എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ ഗൈസ്, വണ്ടി കൊടുക്കാനൊരു മനസ്സില്ല ഗൈസ്. കാരണം അതൊരു ഇത് രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി കൊടുക്കാനേ. ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വണ്ടിക്ക് ഇത് റിയൽ മണി കാറാണ് ഗൈസ്. അത് ഒരൊറ്റ കാരണം കൊണ്ടും പിന്നെ ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയറും ബാക്കി വർക്കൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി ആർക്കും അധികം കൊടുക്കാനേ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ ടാക്സീൻ്റെ ഇത് ഓണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി നടന്നൊക്കെ ഏതെങ്കിലും ഓർഡർ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മൗണ്ടനിലേക്കാണ്. അപ്പോൾ ഏതായാലും നമുക്ക് സെറ്റ് ചെയ്ത് നമ്മളെ ബാക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്ക് അടിച്ച് ഇങ്ങോട്ട് പോയേക്കാം. സിറ്റി 2 വീടൊക്കെ എടുത്തിട്ട് വേണം ഗൈസ്. സിറ്റി 2 സെറ്റാണ് ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ടാക്സി ഒക്കെ ഓടിച്ച് പോകും. ഒരു വൈബേനെ ഗൈസ്. ഏതായാലും മച്ചാൻ്റെ നേരെ പോകാൻ മച്ചാനോടൊക്കെ ഒന്ന് മുന്നിൽ മണ്ണൊക്കെ പോവാം. മച്ചമ്പിയാണോ ഗൈസ്? ഓ മച്ചമ്പി എങ്ങോട്ടാണ്? മൗണ്ടനിലേക്കാണോ? അതെ മച്ചാനെ എങ്ങനെയാണ് ടാക്സി ആയിട്ട് പുതിയതായിട്ട് വന്നതാണോ? ഓ കിള്ള വണ്ടിയാണല്ലോ. ഇതേതാ ബെൻസിൻ്റെ? അത് ബെൻസിൻ്റെ ഈ ക്ലാസ്സാണ് ചേനെ. ആണോ? ഇതെങ്ങനെയാണ് ബ്രോന് കിട്ടിയ? ഞാൻ എന്തൊക്കെ ചെയ്തപ്പം കിട്ടിയാണ് മച്ചാന്. എപ്പോഴും മച്ചാനായി പോകും ഗൈസ്. അപ്പം എന്താണ് മൗണ്ടനിലേക്ക് പോണേ? എൻ്റെ വീടെന്ന് വെച്ചാൽ മൗണ്ടനിലാണ്. ഞാൻ ചെറിയൊരു വർക്കിന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞാൻ വെറുതെ നടന്ന കേട്ടോ. എനിക്ക് ഈ ടാക്സി ആയിട്ട് ഒരു ചെറിയ ബന്ധം പോലും ഇല്ലാത്തതാണ്. വെറുതെ കണ്ടപ്പോൾ വന്നതാണ് കേട്ടോ. അങ്ങനെയാണോ? ഓ വെറുതെ ഈ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ ഈ എയർലൈനിൽ മെല്ലെ നമ്മളെ മൗണ്ടനിലേക്ക് ആക്കി കൊടുത്തിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാനും പോകട്ടെ ഗൈസ്. അപ്പോൾ ഏതായാലും നല്ല ട്രാഫിക് ഉണ്ട് ഗൈസ്. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ നല്ല സുഖമായിട്ട് പോയിട്ട് ഗൈസ്. അതന്നെ നല്ല ബ്ലോക്കാണ് വെച്ചാനെ. ഓ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ മൗണ്ടനിൽ എത്തിയിട്ട് കാണാം. നമ്മളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ ഗൈസ്. നമ്മൾ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹാപ്പിയാണ് ഗൈസ്. ഒരു സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ കഴിഞ്ഞല്ലോ ഗൈസ്. അപ്പോൾ ഏതായാലും പോയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 സ്റ്റാർ കിട്ടിയിട്ടുള്ളൂ. കാരണം വണ്ടി നല്ല രീതിക്ക് ഇടിച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാഫിക് ജാം കുറച്ചിട്ടുണ്ട് ഗൈസ്. ട്രാഫിക് ജാം പക്ക രീതിയിൽ തന്നെ കുറച്ചിട്ടുണ്ട്. കാരണം ഫുള്ളായിട്ട് തന്നെ പോക്കി ഞമ്മഞ്ഞു പോണ വഴിയിൽ ഒരു ജാം പോലും ഉണ്ടാവില്ല. കാരണം ആ രീതിയിലാണ് വണ്ടി കുറച്ചത്. സിറ്റി 2 ഇവിടുന്ന് ഇനി സിറ്റി 2ക്കും പോകണം. എന്തൊരവസ്ഥയിലേ. അതിൽ പൈസ കിട്ടുമല്ലോ, അത് മതി. ഏതായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് സ്റ്റാർട്ടൊക്കെ പോയിടിച്ച് വണ്ടി ഒന്ന് പോയി റിപ്പയറും ചെയ്യണം ഗൈസ്. നീ ഇത് പോയില്ല കുഴപ്പമില്ല, എനിക്ക് വണ്ടി ഒന്ന് റിപ്പയർ കിട്ടിയാൽ മതി ഗൈസ്. എത്രയോ മതി. അതഞ്ഞി പോയി ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് പോയി റിപ്പയർ ചെയ്യാം. അടുത്ത ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളൂ ഗൈസ്. ഇവിടെ തന്നെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ നേരെ മച്ചമേനോട് വണ്ടി കയറ്റിയിട്ടുണ്ട്. നമുക്ക് പോണ വഴി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വണ്ടി റിപ്പയർ ചെയ്യാൻ കേട്ടോ ഗൈസ്. അപ്പം ആകെ 2 ട്രിപ്പൊക്കെ എടുക്കുള്ളൂ ഗൈസ്. നമ്മളെ വീട് വരെ സിറ്റി 1 വരെ ഇനി ഏത് ട്രിപ്പാണ് കിട്ടുക
അതെടുത്ത് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് നമ്മളെ പ്ലാന്. അപ്പം ഇവിടെ ഒരു ചെറിയ ട്രിപ്പ് എടുത്താണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഗൈസ്. അപ്പം വല്ല മച്ചാനെ സുഖല്ലേ? സുഖമാണ് മച്ചാനെ. അങ്ങനെ ഗൈസ് നമ്മളിങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നേരെ വണ്ടിയൊന്നും റിപ്പയർ ചെയ്തിട്ട് വാഷ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ ഗൈസ്. വണ്ടി ചെറുതായിട്ട് റിപ്പയർ ചെയ്യുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പം നേരെ വിടുകയാണ്. എന്നിട്ട് ഫുള്ള് നമുക്ക് ഏത് വഴി പോയാലും കുഴപ്പമില്ലല്ലോ. ഇപ്പത്തിൽ തന്നെ പോവാം. മച്ചാനെ എൻ്റെ സബ്സ്ക്രൈബറാണ് കേട്ടോ ഗൈസ്. എനിക്കിന്ന് കിട്ടുന്ന മുഴുവൻ സബ്സ്ക്രൈബേഴ്സിനാണല്ലോ ഗൈസ്. അപ്പോൾ ഏതായാലും മച്ചാനെ ഈ ക്ലാസ്സിന് എന്താ വന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിക്കുള്ള മെയിൻ കുഴപ്പം എന്താ വെച്ചാൽ ഈ വണ്ടിയിൽ മൈലേജ് ഇല്ല ഗൈസ്. അല്ലെങ്കിൽ പെട്ടെന്ന് മൈലേജ് തീരുന്നുണ്ട് ഗൈസ് ഈ വണ്ടിയുടെ. ഇതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. എന്താന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഗൈസ്. എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. വണ്ടിക്ക് നല്ല പെട്ടെന്ന് മൈലേജ് തീരുന്നുണ്ട് ഗൈസ്. അത്ര പെട്ടെന്നല്ല ഗൈസ് ഇതിൻ്റെ മൈലേജ് തീരുന്നത്. പെട്ടെന്ന് തന്നെ അത്ര പെട്ടെന്ന് മൈലേജ് തീരുന്നുണ്ട് ഗൈസ്. പക്ഷെ നല്ല ഓടിക്കാൻ നല്ല സുഖമുണ്ട് ഗൈസ്. അതൊരൊറ്റ കാരണം കൊണ്ടാണ് നീ വെച്ചതിൻ്റെ ഇതിൽ ഒരു സ്റ്റാർ കൂടി പോലും ഉണ്ടാവില്ല ഗൈസ്. അത്ര പിടിച്ചിട്ടുണ്ട് വണ്ടി. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്തേ. അപ്പം വില ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു പ്രസ്ഥാനം നിർത്തി വെക്കാനായിട്ട് ഗൈസ്. ഏതായാലും വരെ ഏരിയക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മച്ചാനെ. അപ്പോൾ ഇറങ്ങല്ലേ? അതെ മച്ചാൻ മോനെ. അപ്പോൾ മച്ചാൻ സുഖമായിട്ടൊക്കെ പോകല്ലേ? ഞാൻ സുഖമാണ് മച്ചാനെ. അപ്പോൾ മച്ചാൻ എന്തിനാ വന്നേ? എനിക്കിവിടെയാണ് ഡ്യൂട്ടി മച്ചാനെ. അപ്പോൾ മച്ചാനെ എങ്ങനെയുണ്ട് ഇനി യാത്ര? പൊളിഞ്ഞാണ് മച്ചാനെ. ചെറിയ ഇടിയൊക്കെ ഉണ്ടെന്നുള്ളൂ, എന്നാലും പൊളിയാണ് മച്ചാനെ. മച്ചാൻ്റെ ഈ ക്ലാസ് നല്ല വൈപ്പാണ്. അപ്പോൾ എത്രയോളം നേരെ വണ്ടി കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് വീട്ടിൽ പോകണം. അതാണ് ഇനി എത്ര ഉള്ളൂ. ടാക്സിന്ന് എക്സിറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതാണ് വാഷ് ചെയ്യാൻ. വാഷ് ചെയ്ത് നമ്മളെ കുട്ടപ്പനാക്കി ഇറക്കിയിട്ടുണ്ട് വണ്ടി. നേരെ വീട്ടിൽ പോവാണ്. വാഷ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഗൈസ്. ഈ വണ്ടി വാഷ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഗൈസ്. പെട്ടെന്ന് തന്നെ ചളി പിടിച്ചും. ഇങ്ങനെ വണ്ടി കൊണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ വീഡിയോ നമ്മൾ വെച്ചതിൻ്റെയാണ്. അപ്പം അടുത്ത ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പറഞ്ഞോണ്ട് ബൈ.